ഹലോ. അപ്പോൾ ഇതാ ജനുവരി 15 എത്തിയിട്ടോ. എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതാ അങ്കയുടെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഒരുമിച്ച് നോക്കാവേ. ഇതാ അങ്ക ഓൺലൈനിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ആങ്ങള. ആള് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പാക്കേജിങ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പാക്കേജിങ് ആയിരുന്നു കേട്ടോ. കുറേ കഷ്ടപ്പെട്ടു ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട്. ഫൈനലി നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വാ ഫസ്റ്റ് തന്നെ ഒരു ഫ്രെയിമാണ് കേട്ടോ. ഈ ഒരു ഫ്രെയിം ഞാൻ ഒട്ടും എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ എന്താ പറയുക, ഒരു സെൻറ്റിമെൻറ്റിലേക്കൊക്കെ ഞാൻ കടന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കണ്ടില്ലേ എൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഇമോഷണലായി പോവാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിടുന്ന ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഒരു ചോക്ലേറ്റാണ്, സ്നിക്കേഴ്സ് ചോക്ലേറ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഫോട്ടോ സ്റ്റിക്കർ വെച്ചിട്ട് ചോക്ലേറ്റ് ഇല്ലേ, ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മെറൂൺ കളറിലുള്ള ഒരു സെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അതും ഉണ്ടായിരുന്നേ. ചെക്കൻ അവിടെ ഇരുന്ന് എല്ലാം നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുത്തേ. പിന്നെ അടുത്തതൊരു കാറാണ് കേട്ടോ, ഒരു പോലീസ് വണ്ടി. സോ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അത് ചെക്കനങ്ങ് ഇഷ്ടപ്പെട്ടെ. അടുത്തത് ഈ ഒരു ബ്ലോക്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊന്നും എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അതുമാത്രമല്ല, ഇതെൻ്റെ മോന് കിട്ടുന്ന ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. സോ ആൻഡ് ഓൾസോ ഈ ഒരു ഹാമ്പറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ടാണ് പാക്കേജ് ചെയ്തത്. അത് അകത്തായാലും പുറത്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നായിരുന്നു ചേട്ടൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറും പേജൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ടാറ്റാ.